ഫ്രണ്ട്സ്, മസാല ദോശ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത്തവണ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കമ്പൈൻഡ് വീഡിയോ ആണ്. ഞങ്ങൾ കമ്പൈൻഡ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു Q&A സെക്ഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നു. അതിന്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Question: What are your upcoming video concepts, themes and genres? നമ്മൾ ആദ്യം ചെയ്യാൻ വെച്ചിരുന്നത് മിനി വെബ് സീരീസും അല്ലെങ്കിൽ സിറ്റ്കോം ആണ്. അപ്പോൾ ഈ കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ കാരണം ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സംഭവം മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ ആലോചിച്ചുണ്ടാക്കിയതാണ് വ്ളോഗിങ് ചെയ്യേണ്ടത്. വ്ളോഗിങ് ചെയ്തപ്പോൾ എല്ലാവർക്കും അവനവരുടെ വീട്ടിലിരുന്ന് വീഡിയോസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് വ്ളോഗ്സ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റും കണ്ടന്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഷൂട്ടിംഗ് ആണ്. ഇത് ഗ്യാദർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഷൂട്ടിംഗ് ആണ് ഇനി മെയിനായി കിടക്കുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: മോട്ടിവേഷണൽ യൂട്യൂബർ ഓർ യൂട്യൂബേഴ്സ്? All of your names. എല്ലാവരുടെയും പേര് എനിക്കറിയാം, പക്ഷെ കുറച്ച് പേരുടെ അറിയില്ല. ആൻഡ് കൺഗ്രാറ്റ്സ് മസാല ദോശ വ്ളോഗ്സ്. അപ്പൊ ആദ്യം തന്നെ താങ്ക് യു ഫോർ യുവർ എൻകറേജിങ് വേർഡ്സ്. എൻ്റെ പേര് ഭദ്ര. ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും ഞങ്ങളുടെ പേര് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും അവസാനം പ്രസന്റ് ചെയ്ത ആളുടെ പേര് കൊടുക്കുന്നതാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് യു ഗെറ്റ് ദ ഐഡിയ ഫോർ ദ ചാനൽ ആൻഡ് ഹൗ യു ഗോട്ട് ദ നെയിം? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ് സീരീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായ കാരണമാണ് വ്ളോഗ്സ് ചെയ്തു തുടങ്ങിയത്. പിന്നെ പേരങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആലോചിച്ചപ്പോ തന്നെ കിട്ടിയതാണ്. മസാല ദോശ തന്നെയായിരുന്നു വെബ് സീരീസിന്റെ ഇതിനും പേരിടാൻ വെച്ചിരുന്നത്. അതിനോട് ജസ്റ്റ് വ്ളോഗ്സ് ഒന്ന് ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഏത് ആപ്പിലാണ് നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനിലായിരുന്നു വീഡിയോസ് എഡിറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ 2 മാസമായിട്ട് കമ്പ്യൂട്ടറിൽ അഡോബ് പ്രീമിയർ പ്രോയും ഷോർട്ട് കട്ടും എന്ന് പറഞ്ഞ 2 സോഫ്റ്റ്വെയർസുകളിലായിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ റിസോൾവ് എന്ന് പറഞ്ഞ വേറൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നിങ്ങൾ ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഇതുവരെ ചലഞ്ച് വീഡിയോസിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ അതിനുവേണ്ടി എന്തായാലും ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ അതിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ക്രൂയിൽ എത്ര പേരുണ്ട്? അവരുടെ പേര്? അപ്പോൾ ഞങ്ങളുടെ ക്രൂ എന്ന് പറയുമ്പോൾ മെയിൻലി വരുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനും പ്രണവുമാണ്. നെക്സ്റ്റ് വീക്ക് മുതൽ ആയുഷും ജോയിൻ ചെയ്യും. പിന്നെ തംബ്നെയിൽസ് എഡിറ്റ് ചെയ്യുന്നത് ആയുഷാണ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഞങ്ങൾ തന്നെത്താനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why don't you do a video with all the members in your team involved? Think of it. അപ്പോൾ ഞങ്ങൾക്കും എല്ലാ മെമ്പേഴ്സും ഇൻവോൾവ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഞങ്ങൾക്കത് പോസിബിൾ അല്ല. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തരുടെ വീട്ടിലിരുന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞങ്ങൾക്ക് എഡിറ്റിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്. സോ അങ്ങനെ ചെയ്യുന്ന വീഡിയോസിന്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണ് ഈ Q&Aയുടെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് സ്റ്റാർട്ടിംഗ് മസാല ദോശ വ്ളോഗ്സ്? ഡു യു ഹാവ് എ മെന്റർ? ഹൗ ഡു യു പ്ലാൻ ഈച്ച് എപ്പിസോഡ്സ് ലൈക്ക് സെലക്ടിങ് ടോപ്പിക്സ്? അത് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ടൈമിൽ പ്ലാൻ ചെയ്ത ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നു ഈ കൊറോണ കാരണം. അപ്പോൾ ഈ വെക്കേഷൻ ടൈംസിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു ചാനലാണ് സുജിത്ത് ഏട്ടൻ്റെ ടെക് ട്രാവലീറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയാൻ. അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ കാരണം. പിന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ: ഡു യു ഹാവ് എ മെൻറ്റർ? ഇല്ല, ഞങ്ങൾക്ക് മെൻറ്ററൊന്നുമില്ല, ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഹൗ ഡു യു പ്ലാൻ ഈച്ച് എപ്പിസോഡ്സ് ലൈക്ക് സെലക്ടിങ് ടോപ്പിക്സ്?
അതൊരാൾക്ക് 2 ആഴ്ച ടൈം കൊടുക്കും കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും. അതിനുള്ളിൽ എല്ലാവരും വീഡിയോ ചെയ്ത് തരും. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോസ് ഇറക്കാറുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1K സബ്സ് ആയാൽ ഗീവ് അവേ ഉണ്ടാവും? ഞങ്ങളിപ്പോൾ ഗീവ് അവേസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഗീവ് അവേസ് പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാം, വീഡിയോസ് വഴി അറിയിക്കാം. ഇപ്പം എന്തായാലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഗീവ് അവേസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു അപ്രിസിയേഷൻ കമൻ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ 500 സബ്സ്ക്രൈബേഴ്സ് ഇൻ യൂട്യൂബ് ആൻഡ് വെയിറ്റിംഗ് ഈഗർലി ഫോർ യുവർ അപ്കമിങ് ന്യൂ വർക്ക്സ്. താങ്ക് യു ചേട്ടാ. അതെ, കുറേ അപ്കമിങ് ന്യൂ പ്രോജക്ട്സ് വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ വെറൈറ്റി വീഡിയോസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനോടും ഫാമിലിനോടും പിന്നെ ഫ്രണ്ട്സിനോടും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ മസാലോഷ വ്ളോഗ്സ് ചാനലിന് 500 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞങ്ങളിങ്ങനെ ഒരു Q&A സെക്ഷൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസും കിട്ടില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ 9 or 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ക്വസ്റ്റ്യൻസ് ഇട്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനൽ മസാലോഷ വ്ളോഗ്സ് എല്ലാവരും ഇനിയും പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ വിജയിപ്പിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.